സാക്ഷ്യം നിമിത്തം നിങ്ങളുടെ മധ്യത്തിൽ ആയിരിക്കാൻ കർത്താവുന്ന കൃപയ്ക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. And because of the word of God and the testimony, I am able to be among you this evening. കർത്താവിൻ്റെ അഭിഷിക്ത ദാസൻ പാസ്റ്റർ ജേക്കബ് മാത്യു അവറുകൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. Thank God for Pastor Jacob Matthew and his family. സത്യത്തിൽ ഇന്ന് രാത്രി ഞാൻ ശരിക്കും ഉറങ്ങിയില്ല. I was listening to the Holy Spirit. ഉറക്കമല്ല, ഒരു ഡീപ്പ് സ്ലീപ്പിലേക്ക് പോയില്ല. ഇന്ന് രാത്രി ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന മെസ്സേജ് മുഴുവൻ it's dictated by the Holy Spirit. Last night I did not sleep. I didn't go into deep sleep. I was listening to the voice of the Holy Spirit. So what I'm sharing with you tonight is something that the Holy Spirit has imparted into my soul. ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞത്, ദൈവം ഈ സഭയ്ക്കകത്ത് ചില വിഷണറിമാരെ നോക്കുകയാണ്. God told me that God is looking for some visionaries here in this church. കണ്ണുകളെ ഒന്ന് അടച്ച് ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. Would you just close your eyes and begin to pray from your spirit? ഒരു ആത്മാവിന്റെ സ്വാതന്ത്ര്യം ഇതിനകത്തൊന്ന് വെളിപ്പെടട്ടെ. We want to see freedom in the spirit revealed in this meeting here. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാൻ കൃപ ലഭിച്ചവർ അന്യഭാഷയിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. Those of you who have received the gift of the tongues, you could pray in tongues. Can you deliberately pray in the spirit? Come on, people of God. Father, in the name of Jesus, Rabakina Mashandarabadiri, ഈ സഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവിന്റെ വലിയൊരു സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ. Come on, എല്ലാവരും അക്ഷരങ്ങളെ തുറന്ന് കരമടിക്കേണ്ടവർ ദയവായി കരമടിച്ച് അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഇതിനകത്തൊരു ഓപ്പൺ ഹെവൻ എക്സ്പീരിയൻസ്. Come on, people of God, Labra Shandarebe Rabadanagadega Shandara, ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം ഇതിനകത്ത് ചലിക്കുകയാണ്. ആമേൻ. ഷട്ടരബലഗഡരി അർത്ഥരാജഘടക ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു തലമുറയെ, ദൈവത്തെ ആമേൻ ദൈവ സാന്നിധ്യം കൊതിക്കുന്ന ഒരു തലമുറയെ തൊടുവാൻ ഇന്ന് രാത്രി ദൈവ സാന്നിധ്യം ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ശക്തിയുടെ ആളവറ്റ വലിപ്പം. ആധരങ്ങൾ തുറക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുകയാണ്. കരങ്ങൾ ചേർത്തടിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുകയാണ്. അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് രാത്രി പട്ടണത്തെ പിടിക്കുന്ന ഒരു അഭിഷേകത്തിന്റെ മാൻറ്റിൽ ദൈവമക്കളുടെ മേൽ വീഴട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളിന്ന് ഒരുമിച്ച് തിരുസലിലേക്ക് അടുത്ത് വരികയാണ്. അവിടുത്തെ വചനത്തിൻ്റെ ആഴങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണം. ഞങ്ങൾ കേവലം മനുഷ്യരാണ് കർത്താവേ. എന്നാൽ അവിടുത്തെ വചനം അത് പാറയെ തകർക്കുന്ന ചുറ്റികയാണ്. അത് ഞങ്ങളുടെ നാക്കിന് കർത്താവേ, ഞങ്ങളുടെ നാവിന് മധുരമാണ്. അത് ഞങ്ങളുടെ നാവിന് തേൻകട്ടയാണ്. അത് ഞങ്ങളുടെ പാതയ്ക്ക് പ്രകാശമാണ്. ഇന്ന് രാത്രി ആ വചനത്തിൻ്റെ ശക്തി ഞങ്ങളുടെ മേലിറങ്ങുമ്പോൾ ഈ ഹോളിനകത്ത് സൗഖ്യങ്ങൾ നടക്കട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്നു രാത്രി ചില മിഷണറിമാർ ഇതിനകത്തുനിന്ന് എഴുന്നേക്കട്ടെ. ഇന്നു രാത്രി ചില പ്രവാചകർ, ലെറ്റ് പ്രൊഫറ്റ്സ് അറൈസ് ഫ്രം ദിസ് ചർച്ച്, ലെറ്റ് വിഷണറീസ് അറൈസ് ഫ്രം ദിസ് ചർച്ച്, ലെറ്റ് ദ മാന്റിൽ ഓഫ് അപ്പോസ്റ്റോലിക് അനോയിന്റിംഗ് fall upon your people in the name of Jesus. യേശുവിൻ്റെ നാമത്തിൽ ഇത് സംഭവിക്കട്ടെ കർത്താവേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. 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 കർത്താവിനോട് പറഞ്ഞത് ഒരു ബർഡനുള്ള ഹൃദയവുമായി ചിലരെ ദൈവം ഇന്ന് രാത്രി ഇതിനകത്തുനിന്ന് രൂപാന്തരപ്പെടുത്തും. The Lord has told me that there will be people here with a burdened heart. God is going to transform their lives. Amen. നെഹമ്യാവിനെ പറ്റിയാണ് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞത്. Holy Spirit was leading me to speak from the book of Nehemiah. നെഹമ്യായുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 3-4 വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. Chapter 1 verse numbers 3 and 4. അതിന് അവർ എന്നോട്, പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരൂശലേമിൻ്റെ മതിൽ ഇടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീവച്ച് ചുറ്റും കിടക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ ഇങ്ങനെ ഇരിക്കുന്നത്, ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. They said to me, the remnant there in the province who had survived the exile is in great trouble and shame. The wall of Jerusalem is broken down and its gates are destroyed by fire. As soon as I heard these words, I sat down and wept and mourned for days, and I continued fasting and praying before the God of heaven. നെഹമ്യാവ് രാജകൊട്ടാരത്തിലിരിക്കുന്നത്. Nehemiah is actually in the palace. അദ്ദേഹം ഒരു കപ്പ് ബെയററാണ്. He was a cup bearer.
പാലസ് സുഖസുഷുപ്തിയുടെ സ്ഥലമാണ്. You know, palace is a place of plenty. പാലസ് അധികാരത്തിന്റെ സ്ഥലമാണ്. Palace is a place of authority. പാലസ് സേഫ് സോൺ ആണ്. Palace is also a safe zone. അദ്ദേഹം ആ രാജ്യത്തിന്റെ ഏറ്റവും നല്ല ഒരു പൊസിഷനിൽ ഇരിക്കുകയാണ്. He is actually enjoying one of the safest and the best position in that country. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി രാജാവിന്റെ ഫുഡ് ടേസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. His duty is actually taste the food that goes to the king. വളരെ ട്രസ്റ്റ്വർത്തിയാണ്. He is a trustworthy person. Lord told me that he was faithful. ഇല്ലേ പാസ്റ്റർ? അദ്ദേഹം ഫെയ്ത്ത്ഫുൾ ആയിരുന്നു. Yes, he was a faithful man. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, ഈ സഭയ്ക്കകത്തു നിന്ന് ചിലരെ ദൈവം അങ്ങനെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. God told me that God is going to raise some people like that from this church. ഞങ്ങളുടെ സഭ നിൽക്കുന്ന വാഷിംഗ്ടൺ DC-യിൽ ഈ രാജ്യത്തിന്റെ സ്ഥിരാകേന്ദ്രത്തിലേക്ക് ഈ സഭയിലെ ചിലരെ ദൈവം ഉയർത്തിക്കൊണ്ടുപോയി ജോസഫിനെ പോലെ നയതന്ത്രപരമായ ചില സ്ഥാനങ്ങളിൽ ഇരുത്തുമെന്ന് പരിശുദ്ധാത്മാവിനോട് നിങ്ങൾക്ക് ദൂത് കൈമാറാൻ പറഞ്ഞിട്ടുണ്ട്. The Holy Spirit wants to convey to the church, God is going to raise up some people, somebody from this church, and they will be taken to Washington DC to be part of the administration over there. എത്ര പേര് ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്നുണ്ട്? I don't know how many of you believe that tonight. കുടുംബത്തിന് വേണ്ടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആമേൻ പറഞ്ഞതിനെ ഒന്ന് സ്വീകരിക്കാൻ കഴിയുമോ? Come on, how many of you can say an amen for that and receive it? നിങ്ങൾ വലിയ സ്വപ്നങ്ങളെ come on, in the name of Jesus. Thank you, Holy Spirit, for taking control over this session. പരിശുദ്ധാത്മാവേ, ഈ സെഷന്റെ നിയന്ത്രണം അങ്ങ് ഏറ്റെടുത്തതിനാൽ ഞങ്ങൾ നന്ദി പറയുകയാണ്. കർത്താവിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, ദൈവത്തിന്റെ ഹൃദയം ചുമക്കുന്ന ഒരു തലമുറ ഇതിനകത്തുണ്ട്. God says there's a generation here that will carry the heart of God. നിങ്ങൾ എന്നോട് ചോദിക്കും, ദൈവത്തിന്റെ ഹൃദയത്തിന് വേദനയുണ്ടോ? Now you probably would ask me a question, you know, will God's heart ache? ഉൽപ്പത്തി പുസ്തകത്തിൽ ആമേൻ അബ്രഹാമിന്റെ കൂടാരത്തിനകത്തേക്ക് ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിന് ഒരു ബോർഡൻ ഉണ്ട്. ഇത് ഈ ഹൃദയം എങ്ങനെയും ഒന്ന് അബ്രഹാമിനോട് പറയണം. വചനം പറയുക, എന്റെ ഭക്തന്മാരോട് പറയാതെ ഞാൻ ഒന്നും ചെയ്യത്തില്ല. As you read in the book of Genesis where God comes, the angels of God comes and visiting the tent of Abraham, the God heart was so burdened because he wants to convey to Abraham something that he is about to do. ദൈവത്തിന്റെ ഹൃദയം അബ്രഹാമിനോട് ദൈവം ഷെയർ ചെയ്യുകയാണ്. God is sharing his heart with Abraham. ഇന്ന് രാത്രിയിൽ അങ്ങനെ ദൈവത്തിന്റെ ഹൃദയം പകരാൻ ഉള്ള ചില പാത്രങ്ങളെ ദൈവം ഈ സഭയ്ക്കകത്ത് അന്വേഷിക്കുകയാണ്. God is looking for vessels with whom he can share his heart, his burden. നെഹമ്യാവിന്റെ സഹോദരന്മാർ കൊണ്ടുവന്നത് ശുഭവാർത്തയല്ലായിരുന്നു. You know, the news that the brothers brought to him was not good news. അദ്ദേഹം അങ്ങോട്ട് ചോദിക്കുകയാണ്, how is our brothers? യെരുശലേമിൽ എങ്ങനെയുണ്ട്, എന്തുണ്ട് വിശേഷം? So in fact Nehemiah was asking his friends about the condition and about the situation of the people there. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, he was not only faithful, he was not selfish. അദ്ദേഹം സെൽഫിഷ് അല്ലായിരുന്നു. താൻ അത്രയും വലിയ പദവിയിൽ ഇരിക്കുമ്പോഴും തന്റെ സഹോദരന്മാരെ പറ്റി ചിന്തയുള്ളവനായിരുന്നു. Amen. So he was enjoying a position, he was a faithful man, but he was not at all a selfish person. ലാസ്റ്റ് ഡേയിൽ എൻ്റെ സഭയിലെ ഒരു അച്ഛൻ എന്നോട് പറഞ്ഞു, അദ്ദേഹം നല്ല പൊസിഷനിൽ ഇരിക്കുന്ന ദൈവദാസനാണ്, ഒരു സഹോദരനാണ്. എന്നോട് പറഞ്ഞു, പാസ്റ്റർ, every year we go to Kerala, every year we go to Madras, every year we visit our family, but we make sure one thing, ഒരു കാര്യം ഞങ്ങൾ make sure ചെയ്യും, ഞങ്ങളുടെ വീട്ടിൽ ഏറ്റവും പാവപ്പെട്ടവരുണ്ടെങ്കിൽ ഞങ്ങൾ ആദ്യം പോകുന്ന അവരുടെ വീട്ടിലായിരിക്കും. There's one person in my church who told me every year they go to India. He said, whenever we go to India to visit our home, we pick and choose families that are poor and suffering in our own family. We'll go to their home first. അവരെ സഹായിക്കാനുള്ള സഹായിച്ചിട്ട് തിരിച്ചു പോകുമ്പം ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് ഞങ്ങൾ പറഞ്ഞു കൊടുക്കും, ആമേൻ, വാഷിംഗ്ടൺ DC-യിലെ ഏറ്റവും നല്ല കോളേജിൽ നീ പഠിക്കുന്നെങ്കിൽ, അമേരിക്കയുടെ എല്ലാ സുഖ സൗകര്യങ്ങളും നീ അനുഭവിക്കുന്നെങ്കിൽ, ദേ നിന്റെ രക്തത്തിൽ പിറന്നവർ ഭാരതത്തിലുണ്ട് കേട്ടോ. ഇന്ന് രാത്രി ഞാൻ ദൈവമക്കളോട് പറയട്ടെ, ദൈവം നമ്മളെ നടത്തിയ വിധേയത്തിന്റെ പേരല്ലേ കൃപ. ഇന്ന് രാത്രി അത് ഓർത്ത് കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. When we return, actually
actually we tell our children that, you are studying in one of the best universities here in Washington, you live in a best place, but always remember, people of your own flesh and blood are living in poverty and struggling for their living. നിങ്ങളോട് തന്നെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ, എന്തിനാണ് ദൈവം എന്നെ ഈ മനോഹരമായ രാജ്യത്ത് കൊണ്ടുവന്നത്? Have you ever asked yourself a question, why did the Lord bring me to this beautiful land? ഞാൻ പലതവണ ചോദിച്ചിട്ടുണ്ട്. I've asked that question many times. ഞാനൊരു നോർത്ത് ഇന്ത്യൻ മിഷണറിയാണ് ഇന്നും. I'm a North Indian missionary. എനിക്ക് നോർത്ത് ഇന്ത്യൻ സ്വപ്നങ്ങളായിരുന്നു കൂടുതൽ. I had a lot of North Indian dreams. പക്ഷെ ദൈവം എന്നെ പറിച്ചു കൊണ്ടുവന്ന് DC-യിൽ നട്ടത് ഞാൻ ദൈവത്തോട് പലതവണ ചോദിച്ചു. അതിന്റെ മറുപടിയൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന പാസ്റ്റർ ICPF-ന്റെ ക്യാമ്പിനൊക്കെ ശുശ്രൂഷിക്കാൻ ചെല്ലുമ്പോൾ അവിടെ കുഞ്ഞുങ്ങൾ മിഷണറിമാരായി സമർപ്പിക്കപ്പെടുന്ന കാണുമ്പോൾ എനിക്ക് മനസ്സിലായി ദൈവം എന്നെ കൊണ്ടുവന്നതിനൊരു പദ്ധതിയുണ്ട്. So I often ask the Lord, why have you just took me from there and planted me here in DC? And as I go to minister to different youth meetings and I see people getting dedicated for the Lord's ministry, I understand God's purpose behind bringing me here. നിങ്ങൾ വായിച്ച ശ്രദ്ധിച്ച ഒരു ശേഷിപ്പാണ് കഷ്ടത്തിൽ കിടക്കുന്നത്. Just imagine, just remember this, the word says a remnant is actually in trouble. ദൈവത്തിന് എല്ലാ കാലത്തും ഒരു ശേഷിപ്പുണ്ട്. There's always a remnant. God has a remnant every time. ശേഷിപ്പിന്റെ പ്രത്യേകത അവർ വലിയ ഗ്രൂപ്പ് ആയിരിക്കത്തില്ല. Remnant is not actually a big group. ആമേൻ, ഹല്ലേലൂയ. അവരൊരു ന്യൂനപക്ഷമായിരിക്കാം. It's always a minority. പക്ഷേ അവർ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. But they were chosen people. അവർ ഹഗിയോസ് ആണ്, വിശുദ്ധരാണ്, വേർതിരിക്കപ്പെട്ടവരാണ്. They were set apart people. അവർക്ക് കഷ്ടമുണ്ട്, അപമാനമുണ്ട്. They have trouble and they have reproach. എന്നാൽ അവർ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. But God will never allow them to be crushed or destroyed. ആമേൻ. അത് വിശ്വസിക്കുന്നവർക്ക് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. Hallelujah. ഈ ജെറുസലേമിൽ നിന്നുള്ള ഈ വാർത്ത നെഹമ്യാവിന് കിട്ടിയപ്പോൾ അതൊരു ഇൻവിറ്റേഷൻ ആയിരുന്നു. നെഹമ്യാവിന് ദൈവത്തിന്റെ പദ്ധതിയോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു ഇൻവിറ്റേഷൻ. When he received this word from Jerusalem, it was indeed an invitation from God to join with him in his mission. ഈ പ്രാർത്ഥനാ മീറ്റിംഗിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, ദൈവം നിങ്ങൾക്ക് തരുന്ന ബർഡൻ ഉണ്ടല്ലോ, ദൈവം നിങ്ങളുടെ ഹൃദയത്തെ ചിലപ്പോൾ തകർക്കുന്നതുണ്ടല്ലോ, ദൈവം നിങ്ങളുടെ കൂട് അനക്കി നിങ്ങളെ കൂടിന്റെ സേഫ് സോണിനെ ഇളക്കുന്നതുണ്ടല്ലോ, ദൈവത്തിന്റെ പദ്ധതിയോട് കൂടെ സഹകരിക്കുവാനുള്ള ദൈവത്തിന്റെ ഇൻവിറ്റേഷൻ ആയി കാണുക. As I was praying for this meeting, I felt in my heart, the Spirit was impressing upon my heart that the reason why God is stirring up some of you, you feel like your tent is being shaken. It is an invitation from the Lord to join with him in his mission. നെഹമ്യാവിന്റെ ഈ ബർഡൻ അദ്ദേഹത്തെ പ്രാർത്ഥനാ മുറിയിലേക്ക് തള്ളിക്കയറ്റി. This burden of Nehemiah actually drove him to his prayer closet. ഇവിടെ ഇരിപ്പുണ്ട് ചിലർ, ഹൃദയം തകർന്ന ചിലരിനകത്ത് ഇരിപ്പുണ്ട്. There are people here with a burdened heart sitting here. അത് തലമുറകളെ പറ്റിയുള്ള ചിന്തയായിരിക്കാം. It could be about your own children in the future. എന്റെ കാലത്തിന് ശേഷം ഇവർക്ക് എന്ത് സംഭവിക്കുമെന്നുള്ള ആകുലതയായിരിക്കാം. Maybe just the anxiety after my time, what would happen to this children. അടുത്ത സ്റ്റെപ്പ് ഞാൻ എവിടെ വെക്കുമെന്നുള്ള ചിന്തയായിരിക്കാം. Maybe where I'm going to place my next step. എന്റെ ഭാവി എന്തായി തീരുമെന്നുള്ള ചിന്തയായിരിക്കാം. Maybe just the thought, what's my future is going to be. അത് നിങ്ങളെ പ്രാർത്ഥനാ മുറിയിൽ അകത്തേക്ക് തള്ളിക്കയറ്റട്ടെ. Let it drive you to your prayer closet. ഈ സഭയെ പറ്റിയുള്ള ദൈവത്തിന്റെ ദൂതനോട് പറഞ്ഞത്, the Holy Spirit was telling me about this church. ഞാൻ ആത്മാവിലൂടെ 2 ടീമിനെ കാണുന്ന ആൻറ്റി. I see 2 teams here in my spirit. 2 ടീമിനെ ഞാൻ കാണുന്നു. I see 2 teams. ഒന്ന് പർവ്വതത്തിന്റെ മുകളിൽ കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്ന മോശയുടെ ടീം. The first team is actually on the top of the hill, the mountain, lifting up the hands of Moses. എന്നാൽ താഴ്വാരത്തിൽ ഞാനൊരു ജോഷുവയുടെ ടീമിനെ കാണുന്നു. At the valley I see a Joshua's team. There is a supernatural connection between the Mosaic team and the Joshua team. Yes, Joshuaയുടെ ടീമും മോശയുടെ ടീമും തമ്മിൽ ഒരു വലിയ ആത്മീയ ബന്ധമുണ്ട്. രാത്രി ഞാൻ ആത്മാവിൽ പറയട്ടെ, പ്രാർത്ഥിക്കുന്ന അപ്പന്മാരോടും അമ്മമാരോടും ഞാൻ പറയുക, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങളുടെ കരമുയർന്നിരിക്കുന്നിടത്തോളം യോശുവ പരാജയപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. അവന്റെ ബാറ്റിൽ സ്വർഗ്ഗം ഏറ്റെടുക്കും. The Lord will take care of his battle. Come on people of God. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്ക് ഞാൻ സ്തോത്രം ചെയ്യുക. നിന്റെ കരം പ്രാർത്ഥനാ മുറിയിൽ ഉയർന്നിരിക്കുന്നിടത്തോളം കാലം നിന്റെ തലമുറ അവൻ യുദ്ധം പഠിച്ചു
പഠിച്ചിട്ടില്ലായിരിക്കാം, അവൻ മിലിറ്ററി സ്കൂളിൽ പോയിട്ടില്ലായിരിക്കാം, എങ്കിലും അവൻ പരാജയപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. Moreover that the Lord is telling me, അവന്റെ മേൽ അതോറിറ്റി ഉണ്ടായിരിക്കും. Amen. To those of you who lift up your hands in your prayer closet and pray, I want you to know that do not worry about your Joshuas. God will take up their battles. God will fight their battles. Though they have not gone to a military school, do not worry about it. God himself will fight their battles. പ്രാർത്ഥനാ വീരന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളും സ്വതവേ പ്രാർത്ഥനാ വീരന്മാരാകും. If there are prayer warriors here, I want to tell you, your children also automatically become prayer warriors. നമ്പർ 1, നമ്മൾ ഇന്ന് രാത്രി ഒരു പ്രാർത്ഥനയുടെ സ്പിരിറ്റിനകത്ത് വ്യാപരിക്കും. I really believe that the spirit of prayer will spread here. Amen. നമ്മുടെ അമേരിക്കൻ കോണ്ടെക്സ്റ്റിൽ നമ്മുടെ രാവിലെ നമ്മൾ കിച്ചണിൽ സൺഡേയിൽ വരുമ്പം പാചകം ചെയ്യാറില്ല. Usually we don't cook. Yeah, we don't cook on Sunday, right? Because you know what is the main reason? വിശപ്പില്ലാഞ്ഞിട്ടല്ല. It's not because we are not hungry Sunday morning. നമ്മൾ യൂഷ്വലി ഫാസ്റ്റിംഗ് ആയിരിക്കും. Usually people skip the meal Sunday morning. One more reason ഉണ്ട്. അത് നമ്മൾ എന്തോ ഉണ്ടാക്കുന്നത് നമ്മുടെ ചർച്ചിലുള്ള മറ്റുള്ളവർ തിരിച്ചറിയും. And also you don't want to cook because you don't want other people to recognize what food you made at home from your clothes. ഈ പ്രാർത്ഥനാ ആലയത്തിനകത്തു നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ മേൽ ഒരു സ്മെൽ ഉണ്ടാവും. Amen. As you leave this place, there should be a smell on you. നിങ്ങളെ സ്മെൽ ചെയ്യാൻ പോകും ആൾക്കാരെ. People are going to smell you. People are going to smell Jesus in your life. നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിനെ ആളുകൾ മടക്കുവാൻ പോകുകയാണ്. നിങ്ങൾ നടക്കുമ്പോൾ യേശു നടക്കുന്ന പോലെ നടക്കാൻ പോവാ. As you walk, you're going to walk like Jesus walked. Oh, in the name of Jesus. Amen. Hallelujah. കർത്താവിന്റെ ആത്മാവിനോട് പറഞ്ഞ സഭയെ നിങ്ങൾ തലമുറകൾക്ക് വേണ്ടി ടാർഗറ്റ് ചെയ്ത് പ്രാർത്ഥിക്കണം. Holy Spirit is telling me, church, you should be praying and intensely praying for your generation. നിങ്ങൾ അവരെ ടാർഗറ്റ് ചെയ്യണം. You should target them and pray. നിങ്ങൾക്ക് ഒരുപക്ഷെ 2 കുഞ്ഞുങ്ങളുണ്ടായിരിക്കും. Probably you have 2 kids. സ്പിരിച്വലി അവരെ, ഞാനിത് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ചില കുഞ്ഞുങ്ങളെ കൂടെ ആത്മാവിൽ അഡോപ്റ്റ് ചെയ്യണം. Do not misunderstand when I say this. You have to even adopt some children. അവർക്ക് വേണ്ടി ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കണം. You should contend spiritually contend for them. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേലും കുഴപ്പമില്ല, ഉഴപ്പാനല്ല പറയുന്നത്. നിങ്ങൾ ആത്മാവിൽ സ്വീകരിച്ച ഒരു സ്ട്രാറ്റജിയാ പറയുന്നത്. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ പ്രകടമായ വ്യത്യാസം ഉണ്ടാവും. All I'm just trying to say is that adopt another child in the church and pray for that person. Pray for the spiritual empowerment for the person. As you pray for that child, you will see a marked difference in the spiritual life of your child. ഞാൻ അമേരിക്ക വരുമ്പോൾ പാസ്റ്റങ്ങളെ എൻ്റെ മോക്ക് കീബോർഡ് വായിക്കാൻ അറിയത്തില്ല. When I came to US, my daughter didn't know how to play keyboard. എൻ്റെ മോൻ ഡ്രമ്മിന്റെ സ്റ്റിക്ക് കയ്യിൽ പിടിച്ചിട്ടില്ല. My son never played a drum, the stick in his hand to play the drum. കുഞ്ഞുങ്ങളും ഞായറാഴ്ച എൻ്റെ സഭയെ വായിക്കുമ്പോൾ എന്നോട് പരിശുദ്ധമ്മ പറയണം, നിന്റെ മകനാ പ്രായിക്കുന്നതാ, നീ അവന് വേണ്ടി പ്രാർത്ഥിക്കുക. My father told me, Lord told me, just pray for that child. അത് അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കർത്താവ് എൻ്റെ കുഞ്ഞുങ്ങളെ എവിടെയൊക്കെയോ സ്ഥിരപ്പ് ചെയ്യാൻ തുടങ്ങി. When I started praying for others, God began to stir up my children. യോ ആത്മാവിൽ ഒരു പ്രൂഫ് ഞാൻ പറഞ്ഞു തരാവുന്നേ. I can give you a proof. ആമേൻ. അബിമലേക്കിന്റെ വീട്ടിൽ ആമേൻ അബ്രഹാം പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ അബ്രഹാമിന്റെ വീട്ടിൽ ഇസഹാക്ക് ഇല്ലെന്നേ. When Abraham went to pray in the house of Abimelech, Isaac was not born. അബിമലേക്കിന്റെ കൊട്ടാരത്തിൽ അബ്രഹാം ചെന്ന് പ്രാർത്ഥിച്ച് ടപ്പേന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ അടുത്ത അധ്യായത്തിൽ സാറയെ ദൈവം സന്ദർശിക്കുകയാണ്. And when Abraham goes to King Abimelech home and he was praying and they began to have children. Now the next chapter we read that God began to visit Sarah. ആമേൻ. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എത്ര പേരിനകത്തുണ്ട്? How many of you actually pray for your children? സൺഡേ സ്കൂൾ ടീച്ചേഴ്സിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല. Not the responsibility of Sunday school teachers alone. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കണം. I want you to pray, spiritually pray for your children. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. I told you I have 2 kids. എൻ്റെ മോള് 9ാം ക്ലാസ്സിലാണ് ഇവിടെ വരുന്നത്. My daughter was in the 9th grade when we came. പബ്ലിക് സ്കൂളിലാണ് പോകുന്നത്. Went to public school. അവളോട് പറഞ്ഞു, പപ്പാ കഞ്ചാവിന്റെ മണം കൊണ്ട് ബാത്റൂമിൽ കയറാൻ പറ്റത്തില്ല. He said because of the smell of the pot I can't even go to the restroom. ആമേൻ. റെസ്ട്രൂമിനകത്ത് സ്പ്രേയുടെ മണമുണ്ടെങ്കിൽ ആമേൻ പെർഫ്യൂമിന്റെ മണമുണ്ടെങ്കിൽ അർത്ഥം ആരോ അത് ഉപയോഗിച്ചെന്നുള്ളതാണ്. If there is a smell of perfume, that means someone has used that
toilet. എന്റെ മകളുടെ ക്ലാസ്സിൽ ഞാൻ ചെന്നപ്പോൾ ആ ഭിത്തിയിൽ എഴുതി വെച്ചിരിക്കുന്നതൊന്നും നമുക്കിവിടെ പ്രസംഗിക്കാൻ കൊള്ളത്തില്ലെന്നേ. And what is written on the walls of my child's classroom, I can't even share it here. ഇന്നു രാത്രി ഞാൻ ആത്മാവിൽ പറയട്ടെ, പ്രാർത്ഥനയാൽ അതിനെ നിനക്ക് ഒട്ടയ്ക്കാൻ പറ്റും. I can tell you with prayer you can destroy that. ആമേൻ. നിന്റെ കുഞ്ഞിന്റെ ഭാവി മന്ത്രവാദിയുടെ കയ്യിലല്ല, നിന്റെ കുഞ്ഞിന്റെ ഭാവി അവരുടെ സ്കൂളിലെ ടീച്ചർമാരുടെ കയ്യിലല്ല, നിന്റെ കുഞ്ഞിന്റെ ഭാവി പ്രാർത്ഥനാ മുറിയിൽ നിന്റെ കയ്യിലാന്ന് ഓർത്തുകൊള്ളുക. വിശ്വസിക്കുന്നവർക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു. You know, the future of your child is not in the hand of the teachers or magician, it is in the hand of you. Hallelujah. ഒരു അമ്മ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, പാസ്റ്റർ എൻ്റെ മോക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. One mother came and told me, Pastor, pray for my child. പ്രാർത്ഥനാ വിഷയം വളരെ വിചിത്രമായിരുന്നു. It's a very serious one. അമ്മ എന്നോട് പറയാ, പാസ്റ്റർ ഇവളോട് അവിടെ ടീച്ചർ പറഞ്ഞു കൊടുത്തു, നീ യു ആർ നോ മോർ എ ഗേൾ, യു ആർ എ ബോയ്. Oh, well, you got it. നീ ഒരു പെങ്കൊച്ചല്ല, ഇനി നീ ആൺകൊച്ചാണ്. പക്ഷേ അത് പറഞ്ഞപ്പോൾ അവൾക്കൊന്നും തോന്നിയില്ല. When she said it, she didn't feel much at that point. വാഷ്റൂമിൽ ചെന്ന് അവിടെ പ്രതിബിംബം കാണുമ്പോൾ അവിടെ തന്നെ പ്രതിബിംബം അവളോട് പറയാ, നീ ഇനി പെങ്കൊച്ചല്ല, ആൺകൊച്ചാണ്. യേശുവിന്റെ നാമത്തിൽ. When she went to the washroom and she saw a picture or she saw her image in the mirror, it began to speak to her and said, you are not a girl, you are a guy. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നത്. That is the first time I'm encountering something like that in the church. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, അതൊരു ഭൂതമാണെന്ന്. And the Holy Spirit told me it's a demon. അതൊരു സ്പിരിറ്റ് ആണ്. Holy Spirit told me it's a spirit. ആ കുഞ്ഞിന്റെ ഹൃദയത്തിനകത്തേക്ക് അത് വിതച്ചേക്കുവാണ്. And it has been the sword into the heart of this child. എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, അമ്മയോടും അപ്പനോടും പറ, more than me you have the authority, you are the priest of the family, touch that girl and pray in the name of Jesus. യേശുവിന്റെ നാമത്തിൽ ആ കുഞ്ഞിന്റെ ദേഹത്ത് കൈവച്ച് നീ പ്രാർത്ഥിച്ചിട്ട് പറ, ആ വിതച്ച സീഡിനെ ഞാൻ യേശുവിൻ നാമത്തിൽ റിബ്യൂക്ക് ചെയ്യുന്നെന്ന്. Amen. I told the parents, you have the authority more than anybody else, more than your teachers. Therefore, touch your child and command and rebuke that spirit that is operating in the child. മോശ കുഞ്ഞിനെ 12 വർഷമേ മോശയുടെ അമ്മയ്ക്ക് വളർത്താൻ പറ്റിയുള്ളെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. പക്ഷേ 12 വർഷത്തിനകം മുലപ്പാൽ മാത്രമല്ല അവൾ കൊടുത്തത്, നീ ഒരു സാക്ഷാൽ എബ്രായനാണെന്ന് അവന്റെ അകത്ത് എഴുതി വെക്കാൻ അവർക്ക് സാധിച്ചെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിലൊരു ദൂത് പറയട്ടെ, പ്രാർത്ഥിക്കുന്ന നിന്റെ തലമുറയെ തൊടുവാൻ ഒരു പൈശാചിക മണ്ഡലത്തിനും കഴിയത്തില്ല. യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി അവനെ രക്തം കൊണ്ട് മുദ്ര വെച്ച് പ്രാർത്ഥിച്ചോ, അവളെ രക്തം കൊണ്ട് മുദ്ര വെച്ച് പ്രാർത്ഥിച്ചോ. No weapon formed against your generation won't prosper in the name of Jesus. Hallelujah. It says that, Bible scholars believe that Moses' mother had him for the first 12 years, and she not only just gave him breast milk, but she also fed other things to him, and he was convinced of the fact that he was a Hebrew and God has called him to be a deliverer. So I want everybody to know that it is in your hand. It is in your hand to instill that in the hearts of your child. രണ്ടാമത് കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. Number 2, pray for families. ആമേൻ. കുടുംബങ്ങൾക്ക് വേണ്ടി, കുടുംബ ബന്ധങ്ങൾക്ക് വേണ്ടി Pray പ്രാർത്ഥിക്കുക. for family relationships. യേശുവിന്റെ നാമത്തിൽ കുടുംബ ബന്ധത്തെ പറ്റിയുള്ള ഭയങ്ങൾ നമ്മുടെ തലമുറയുടെ ഹൃദയത്തിൽ നിന്ന് വേരോടെ പറഞ്ഞു പോകട്ടെ. And I pray in the name of Jesus, the fear about entering into relationship be removed from the hearts of our children. സഭയുടെ അടിത്തറ കുടുംബമാണ്. The foundation of a church is family. പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ ഒരുമിച്ച് വരുന്ന സഭയ്ക്കകത്ത് ഉണർവുണ്ടാകും. When families that are praised together and they come together, there will be revival taking place. കുടുംബങ്ങൾ തകരാൻ തുടങ്ങിയാൽ സഭ ഉലയും. If the family is going to be destroyed, the church will be affected. സഭ ഉലഞ്ഞാൽ സമൂഹം ഉലയും. If the church is shaken, then the society will be shaken. സമൂഹം ഉലഞ്ഞാൽ രാജ്യം ഉലയും. If the society is shaken, then the country will be shaken. സഭ എവിടെ തകരപ്പെടുന്നുവോ, where the church is destroyed, അവിടെ രാജ്യം അധപ്പതിക്കപ്പെടും. there the country also will be destroyed. ഈ നമ്മുടെ ക്രിസ്തീയ രാജ്യങ്ങളിലെ മുഴുവൻ പള്ളികൾ കാലിയാകുമ്പോ, when you see all the churches in Christian countries are just becoming empty these days, കണ്ടുകൊണ്ടിരിക്കുക രാജ്യങ്ങൾ അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. just imagine that countries are also falling. ഡിസിയിൽ ഞങ്ങൾ ഒരു നല്ല സാങ്ച്വറി നോക്കുക. ഇതുപോലെ we are actually looking for a sanctuary in DC. ഇത് തന്ന ദൈവ സാന്നിധ്യം നിറഞ്ഞ ഈ സാങ്ച്വറിക്ക് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. would you say thank you Lord for the sanctuary God has given you? പലരും പറയുന്നുണ്ട്, പാസ്റ്ററെ ചില പള്ളികൾ എംപ്റ്റി ആയിട്ടുണ്ട്, നമുക്കത് വാങ്ങിക്കാം. And people say that some churches are becoming empty, why don't we buy it? അയ്യോ,
അയ്യോ അത് കേൾക്കുമ്പോൾ നെഹമ്യാവിനെ പോലൊരു വേദനയാണ്. When you hear it, I feel like such a burden in my heart, like Nehemiah. സെക്രട്ടറി അച്ഛനോട് പറഞ്ഞ അച്ഛാ നമുക്ക് എം ടി ആയ ചർച്ച് വേണ്ട, നമുക്ക് പുതിയ ചർച്ച് തരും. ആ എം ടി ആയ ചർച്ചുകളെല്ലാം നിറയാൻ പ്രാർത്ഥിക്കുന്നേ. Let us pray that we don't need to go after empty churches. Let us pray that God will refill those empty churches, but let's pray for a new church. ആ സഭകൾ അവൻ കാലിയാവാൻ കാരണം അവർ അയക്കാൻ മറന്നുപോയെന്നേ. The problem why the churches become empty is because they forgot to send. ആമേൻ. ഇന്ന് രാത്രി ഞാൻ IPC ഒർലാൻഡോ ചർച്ചിനോട് പറയട്ടെ, your church is a sending church. Hallelujah. ദൈവസഭയോട് എനിക്ക് പറയുവാനുള്ളത് ഇത് അയക്കുന്ന ഒരു സഭയാ. ആമേൻ. നെഹമ്യാവ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. Nehemiah started praying. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ ഘടന വർഷിപ്പ് ആണ്. The first part of his prayer is actually worship. അഞ്ചാമത്തെ വാക്യം അദ്ദേഹം ദൈവം ആരെന്നറിഞ്ഞു സ്തുതിക്കാൻ ആരംഭിച്ചു. Verse number 5, he recognized who God is and started praising him. 6 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ അദ്ദേഹം കൺഫെഷൻ ആണ് ചെയ്യുന്നത്. 6 and 7 he is actually confessing. 8 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ അദ്ദേഹം ദൈവത്തിന്റെ പ്രോമിസിനെ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുകയാണ്. 8 and 9 he is actually holding on to the promises of God and praying. 11ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ ഫേവർ പറഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. Verse number 11 he is actually declaring the favor of God. 11ന്റെ ബി പാർട്ടിൽ അദ്ദേഹം അദ്ദേഹത്തെ പോലെ തന്നെയുള്ള വിഷൻ ഉള്ളവരെ കൂട്ടിച്ചേർക്കാൻ പ്രാർത്ഥിക്കുകയാണ്. And the second part of verse number 11 he is praying that God will raise up other people with similar vision. ദൈവസഭയോട് ഇനിയും ഞാൻ ദൂത് പറയട്ടെ. Let me declare to you a message from the Lord. തയ്യാറാണോ? 2025 2025 ഈ സഭയുടെ വർധനവിന്റെ വർഷമാണ്. This is the increase, the year of increase for this ഇനിയും ഈ church. സഭ പിടഞ്ഞു വർദ്ധിക്കാൻ പോകുകയാണ്. This church is going to increase. Come on, അത് വിശ്വസിക്കുന്നവർക്ക് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. Hallelujah. If you believe it, lift up your hands and pray. ഒരേ ദർശനം ചുമക്കുന്ന, People who carry the same ഒരേ vision, അഭിഷേകം ചുമക്കുന്ന, people who carry same anointing, വിശ്വസ്തരായ ഒരു കൂട്ടത്തെ, a faithful group of people, ദൈവം ഇനിയും ഈ സഭയ്ക്ക് തരാൻ പോകുകയാണ്. God is going to give to this church. ഞാൻ പല സെഷനിലുള്ള ആരാധന കാണുന്നു. I have seen different sessions of worship. മലയാളികൾ മാത്രമല്ലാത്ത Not only Malayalis വലിയൊരു സമൂഹത്തെ and the non-Malayalis, ദൈവം നിങ്ങൾക്ക് തരാൻ പോകുകയാണ്. God is going to give it to you. ദൈവം നിങ്ങൾക്ക് തരാൻ പോകുകയാണ്. God is going to give you. ദൈവമക്കളെ, നമ്മൾ ഇന്ത്യക്കാരാണെന്ന് എനിക്കറിയാം. I know we are Indians. ഇനിയും നടക്കാൻ പോകുന്ന അമേരിക്കയിലെ ഉണർവിനകത്ത് ഈ IPC ഒർലാൻഡോ ചർച്ചിന് വ്യക്തമായ സാന്നിധ്യമുണ്ട് എന്ന് ഞാൻ ആത്മാവിൽ ഈ വേദിയിൽ നിന്ന് വിളിച്ചു പറയുമ്പോൾ അതിനെ സ്വീകരിക്കുന്ന എത്ര പേരുണ്ട്? കരങ്ങളെ തട്ടി ഞാൻ ആത്മാവിൽ കാണുന്നത് ഇങ്ങനെയാണ്. ഒരു എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് പറക്കുന്നത് പോലെ ഈ സഭയിൽ നിന്ന് അഭിഷക്തന്മാരെ കർത്താവിന്റെ ദാസൻ കൈവച്ച് അയക്കുന്ന ദിവസങ്ങളാണ്. Hallelujah. Hallelujah. God is going to send people into our midst, and our church IPC Orlando is going to play a very important role in the revival in this land. Hallelujah. And that time is going to come, then your pastors will be sending people after praying, laying hands upon them, sending them to different parts. Amen. Shabana Hadudi Galata Prabandaria, Lebrate Manahastulia Prabandaria, Labashiria, Recrete Menashian Talaria Laba, Shemeni Handera Prabanagasi, Pasakaina Padanju was from mine and Unarvine Padikugiana. You know, for the last 15 years, I've been studying about revival. Pray, Amen. Unarvinde key Nandingra Tara. And let me share with you the key for revival. It's nothing but prayer. Prarthana, verannualla. ഉണർവുകൾ ആരംഭിച്ചത് കമ്മിറ്റി മീറ്റിംഗിലല്ല, ഉണർവുകൾ ആരംഭിച്ചത് ജനറൽ ബോഡിയിലല്ല, ഉണർവുകൾ ആരംഭിച്ചത് പ്രാർത്ഥനാ മുറിയിലാണ്. The revival did not break out in the boardroom. It didn't break out in general body. It always started in prayer room. Claire, let me tell you one thing, one secret. ഉണർവുകൾ ആരംഭിച്ചത് പേഴ്സണൽ പ്രയർ റൂമുകളിലാണ്. It all started in personal prayer rooms. രണ്ടാമത്തെ സീക്രട്ട് ഞാൻ പറയട്ടെ. The second secret. ദൈവം ഉണർവിനായി ഉപയോഗിച്ചത് വ്യക്തികളെയാണ്.
God used individuals to bring revival. Yes, pastor, individuals ne God used individuals. ദൈവത്തിന് അങ്ങനെ ഒരു ഏലിയാവിനെ ഈ സഭയ്ക്കകത്തുനിന്ന് വേണം. God needs such an Elijah in this church. ദൈവത്തിന് അങ്ങനെ ഒരു ഏലീശയെ ഈ സഭയ്ക്കകത്തുനിന്ന് വേണം. God needs such an Elisha in this church. ദൈവത്തിന് അങ്ങനെ ഒരു നെഹമ്യാവെ ഈ സഭയ്ക്കകത്തുനിന്ന് God വേണം. needs such a Nehemiah in this church. ദൈവത്തിന് അങ്ങനെ ഒരു എസ്രായെ ഈ God സഭയ്ക്കകത്തുനിന്ന് needs വേണം. such an Ezra in this church. ദൈവത്തിന് അങ്ങനെ ഒരു ദാനിയേലിനെ ഈ God സഭയ്ക്കകത്തുനിന്ന് needs such വേണം. a Daniel in this church. ദൈവത്തിന് അങ്ങനെ ഒരു പത്രോസിനെ ഈ സഭയ്ക്കകത്തുനിന്ന് God വേണം. needs such a Peter in the church. ദൈവത്തിന് ഒരു പൗലോസിനെ ഈ God സഭയ്ക്കകത്തുനിന്ന് needs such വേണം. a Paul in the church. നീ പറയാമോ സഹോദര, ഞാനാണ് ആ വ്യക്തി, I am that person. Will you say ഞാനാണ് ആ that? വ്യക്തി. I want to be that പ്രായം person. എന്തുമാകട്ടെ സിസ്റ്ററെ, proclaim it with your mouth that I am that person. ഓ നിങ്ങളുടെ വാതിലൊന്ന് വരെ കർത്താവേ, ആ വ്യക്തി ഞാനാന്ന് പറ. ആ വ്യക്തി ഞാനാന്ന് പറയുന്ന രാത്രി Pray tonight. Just say tonight, Lord, I want to be that person. I am that person. ബാഡൻ അദ്ദേഹത്തെ പ്രാർത്ഥനാ മുറിയിലേക്ക് കയറ്റി. God sent him to the prayer closet. Amen. The burden sent him to Nehemiah to the prayer closet. രണ്ടാം അധ്യായത്തിൽ In chapter 2, 1 മുതൽ 8 വരെയുള്ള വാക്യത്തിൽ verses 1 through 8, പ്രത്യേകിച്ച് നാം കാണുന്നത് അവൻ മൂന്നാമത്തെ വാക്യത്തിൽ തൊട്ട് അദ്ദേഹം ഭയപ്പെട്ട് രാജാവിനോട് പറയുന്നത് കാര്യമാണ്. and verse 3 onwards, with little fear in his heart, he was having a conversation with the king. There we see the vision of Nehemiah, pastor. അവിടെ നമ്മൾ നെഹമ്യായുടെ ആ ദർശനം അവിടെ കാണുന്നുണ്ട്. ഒന്ന് പറഞ്ഞ ദർശനം. ഇന്ന് രാത്രി ചില വിഷണറിമാരെ ദൈവം ഇതിനകത്ത് എഴുന്നേൽപ്പിക്കും. God is going to raise up people with some vision, some visionaries God will raise എന്റെ up. മുഖത്തോട്ട് നിങ്ങളൊന്ന് നോക്കിക്കേ. Look at my face today. ഞാനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, എന്നോട് ദൈവം പറഞ്ഞൊരു വാക്കാണ് സ്ട്രാറ്റജി. ദൈവം എന്നോട് പറഞ്ഞു സ്ട്രാറ്റജി എന്ന കാര്യം. പറഞ്ഞ സ്ട്രാറ്റജി, സിസ്റ്ററെ പറഞ്ഞ സ്ട്രാറ്റജി. സ്ട്രാറ്റജി. ഈ രാജ്യത്തെ കർത്താവിലേക്ക് തിരിച്ചു പിടിക്കാൻ ദൈവം നിങ്ങളുടെ തലമുറകളിൽ സ്ട്രാറ്റജീസ് കൊടുക്കാൻ പോകുകയാണ്. God is going to give strategies to your children to bring this country back to God. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ നോക്കി നിങ്ങൾ ആമേൻ പറയണം, നിങ്ങൾ സ്തോത്രം പറയണം. ദൈവം ഹെവൻലി സ്ട്രാറ്റജീസ് ഇവർക്ക് കൊടുക്കാൻ പോകാട്ടോ. ഈ രാജ്യത്തെ brother, I proclaim to you, I declare to you in the name of Jesus that you are a unique voice like John the Baptist. യോഹന്നാൻ സ്നാപകനെ പോലെ മരുഭൂമിയിലെ യുണീക്ക് വോയിസ് ആയി ഇവനകത്തുനിന്ന് ചില തലമുറകളെ എഴുന്നേൽപ്പിക്കുമെന്ന് ഞാൻ പറയുമ്പോൾ അതിനെ ആത്മാവിൽ സ്തോത്രം പറയുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. I enjoy the presence of the Lord. ഞാൻ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നു. കരങ്ങളെ തട്ടി ആത്മാവിൽ സ്തോത്രം പറഞ്ഞാട്ടെ. നെഹമ്യാവിനോട് ചോദിക്കുമ്പോൾ നെഹമ്യാവിന് ഒട്ടും സന്ദേഹമില്ല. അദ്ദേഹത്തിന്റെ വിഷൻ അദ്ദേഹം രാജാവിനോട് പറയുകയാണ്. If you have a prayer life, God will give you a vision. Amen. Hallelujah. God is going to raise up our generation. They will have a strategy and a vision for the nation. Here you see Nehemiah is sharing his burden, his vision with the king. If you are a praying person, God will give you his vision. From burden to clear vision. Yes, from burden to clear vision. Amen. Amen. തകർച്ചയിൽ നിന്ന് വ്യക്തമായ ഒരു വിഷനിലേക്ക് ദൈവം നെഹമ്യാവിനെ കൊണ്ടുപോവുകയാണ്. Here from really a broken heart, God is leading him to a clear vision. ദൈവം അദ്ദേഹത്തിന് യെരൂശലേമിലെ എങ്ങനെ റീബിൽഡ് ചെയ്യാം, അതിനെ എങ്ങനെ പുനരുദ്ധരിക്കാം എന്നുള്ള സ്ട്രാറ്റജി പ്രാർത്ഥനാ മുറിയിൽ കൊടുത്തു. In his prayer room, God was downloading to him, giving to him a strategy how he can restore Jerusalem. ദൈവസഭയെ എന്താണ് വിഷൻ? What is vision? You can please respond to me. വാഷിംഗ്ടൺ DC വന്നല്ലേ പാസ്റ്റർ തന്നെ പറഞ്ഞു എന്നാണോ പറയുന്നത്? What is vision? Come on. ഞാൻ എൻ്റെ സഭയോട് പറയും, നിങ്ങളൊന്ന് പ്രതികരിക്കുക, ചിക്ഫിലെ മേടിച്ചു തരാം, സൺഡേ ആയതുകൊണ്ട് കുഴപ്പമില്ല. Well, please respond. Come on. ദൈവത്തിൻ്റെ പ്ലാൻ മനസ്സിലാക്കുക, അതിൻ പ്രകാരം ജീവിക്കുക, അതാണ് വിഷൻ. What is vision? What is vision? എന്താണ് വിഷൻ? എന്താണ് ദർശനം? That's a language of the Holy Spirit. നല്ല ബുക്കുകൾ എഴുതാൻ പറ്റിയ ആൾക്കാരെല്ലാം ഇതിനകത്ത് ഇരിപ്പുണ്ട്. നിങ്ങളൊന്ന് പ്രതികരിച്ച്, ദൈവ സാന്നിധ്യം ഇറങ്ങി, ദൈവം നേരിട്ടിറങ്ങിയല്ലാതെ നടക്കാത്തൊരു കാര്യം, അതാണ് വിഷൻ. Even something that you can never achieve without God intervening into the situation. Amen. നിങ്ങൾ എത്ര പേർക്ക് ഒരു വിഷൻ ഉണ്ട്? How many of you have a vision? ഇവിടെയുള്ള എല്ലാ കുഞ്ഞുങ്ങളോടും ഞാൻ ആത്മാവി പറയട്ടെ. Let me tell the children here. ഈ 2025 തുടങ്ങി, from 2025 onwards, അടുത്ത 2030 വരെയുള്ള വർഷം,
till 2030, മോനെ 5 വർഷം, 5 years. 5 years. നീ പ്രാർത്ഥനാ മുറിയിൽ കയറിയിട്ട് ദൈവത്തോട് ചോദിക്കണം, കർത്താവേ ഈ 5 വർഷത്തേക്കുള്ള എൻ്റെ പദ്ധതി നീ എനിക്ക് വെളിപ്പെടുത്തി തരണം. And you should go to your prayer closet, ask the Lord, Lord, what is your strategy, Lord, that I should employ in my life for the next 5 years, Lord? ഞാനിത് പറയാൻ കാരണം വേറൊന്നുമല്ല, അത് നിനക്ക് തിരിച്ചറിയാൻ പറ്റിയാൽ നിന്റെ ജീവിതത്തിന്റെ 80% നീ വിജയിച്ചെന്ന് അതിന്റെ അർത്ഥം. All it means is actually if you can recognize God's plan for your life, then you are victorious. You're a winner. ഈ ഡിസ്നി വേൾഡ് സ്ഥാപിച്ച മനുഷ്യൻ, അത് നിങ്ങൾക്ക് ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾ അതിൻ്റെ അടുത്താണല്ലോ നമ്മൾ ആരാധിക്കുന്നത്. അത് സ്ഥാപിച്ച മനുഷ്യൻ, അതിനെ ഡിസൈൻ ചെയ്ത മനുഷ്യൻ അത് പൂർത്തീകരിക്കുന്നതിന് മുമ്പേ മരിച്ചുപോയി. Well, the person Walt Disney, he actually passed away before it brought to completion. അതിന്റെ ഉദ്ഘാടന ദിവസം ആരോ എഴുന്നേറ്റ് പറഞ്ഞ ഒരു പുസ്തകത്തിൽ വായിക്കുന്നു, ആമേൻ, അത് അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്, അയ്യോ പാവം മനുഷ്യന് ഇത് കാണാൻ പറ്റിയില്ലല്ലോ, അദ്ദേഹം. I remember reading somewhere, someone got up the inauguration day, oh, this poor guy did not live to see this. പക്ഷേ അദ്ദേഹത്തിന്റെ സഹോദരൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, നോ 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 നോ, നിങ്ങൾ ഇത് കാണുന്നതിന് മുമ്പേ ഇത് ഹൃദയത്തിൽ കണ്ട മനുഷ്യനാണ് ഡിസ്നി. Amen. Even before you guys see this, he saw, his brother got up and said he saw the vision of Disney in his heart. അങ്ങനെ ഭാരതത്തെ എങ്ങനെ തിരിച്ചു പിടിക്കാമെന്നുള്ള സ്ട്രാറ്റജീസിനെ ഇന്നു രാത്രി ദൈവം നിങ്ങളുടെ മേൽ പകരുകയാണ്. God is giving you a strategy in your heart. How can you get the country back? Amen. സ്ട്രാറ്റജി പറഞ്ഞപ്പോൾ, വിഷൻ പറഞ്ഞപ്പോൾ, രാജാവ് തിരിച്ചു ചോദിക്കുക, ജാതീയ രാജാവ് തിരിച്ചു ചോദിക്കുക, അച്ഛാ നിനക്ക് എന്നാ വേണമെന്ന്. So when he shared his vision to the king, strategy to the king, this heathen king asked him, what do you want? What favor are you seeking from me? Children, did you see the connection? From the burden to the prayer room, from the prayer room to the vision to the provision. നമ്മളവിടെ ശ്രദ്ധിച്ച് കാണുമല്ലോ, നമുക്ക് ദൈവം ഒരു ഭാരം തരുന്നു, ആ ഭാരത്തിൽ നിന്ന് നമുക്ക് ഒരു പ്രാർത്ഥനയിലേക്ക് വരുന്നു, ആ പ്രാർത്ഥനയിൽ നിന്ന് നമ്മളെ ഒരു ദർശനത്തിലേക്ക് കൊണ്ടുവരുന്നു, ആ ദർശനത്തിലേക്ക് ദൈവം പിന്നെ പ്രൊവിഷനിലേക്ക് നമ്മളെ കൊണ്ടുവരും. ദൈവം ജനങ്ങളിലൂടെ ജനങ്ങളെ എഴുന്നേൽപ്പിക്കാൻ തുടങ്ങി. ദൈവം ജാതീയ രാജാവിനെ എഴുന്നേൽപ്പിക്കാൻ തുടങ്ങി. ഞാനിന്ന് രാത്രി ആത്മാവിനൊരു ദൂത് പറയട്ടെ ദൈവസഭയോടെ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ദൈവം നിങ്ങൾക്കൊരു ദർശനം തന്നിട്ടുണ്ടെങ്കിൽ, if God has given you a vision, God will miraculously open a provision for you. Amen. ദൈവം നിങ്ങൾക്കൊരു ദർശനം, സ്വപ്നം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അതിനാവശ്യമുള്ള എല്ലാ സപ്ലൈസും തമ്പുരാൻ സ്വർഗത്തിൽ നമുക്ക് തുറന്നു തരും. Amen. വിഷൻ ഉള്ളവനെല്ലാം സുഖമാണെന്ന് വിചാരിക്കരുത്. So don't get the understandings because everyone has a vision, everything it's going to be a smooth journey. ഒരിടത്ത് പ്രൊവിഷൻ തുറന്നപ്പോൾ അപ്പുറത്ത് ചാലഞ്ചസ് ആരംഭിച്ചു. So when there was provision opened up in one place, on the other side you also see challenges rising up. ഒരിടത്ത് പണിയാതിരുന്നാൽ ഒരു പ്രശ്നവും ഇല്ലെന്നേ. Even if you're not building anything, no problem. People have no issue. കിണറുകൾ കുഴിക്കാതെ കിടന്നപ്പോൾ പ്രശ്നമില്ലായിരുന്നു. When they did not dig the well, no one had an issue. അതിനെ കുഴിക്കാനായി ഇസ്ഹാക്ക് എഴുന്നേറ്റപ്പോൾ ശണ്ട കൂടാൻ ആൾ വന്നു കേട്ടോ. When Isaac rose up to dig the well, that's when people started coming quarreling with him. സഹോദര, ദർശനം പ്രാപിച്ചവൻ മടുത്തു മാറിപ്പോയില്ല. അവൻ പറഞ്ഞു, നീ ശണ്ട കൂടുന്ന സിഗ്നയൊക്കെ നീ എടുത്തോ, ഞാൻ മാറി കുഴിക്കാൻ പോകുക, എനിക്ക് വേണ്ടി ഒരു രഹബോത്തുണ്ട് കേട്ടോ. The one who had a vision, he says, you are coming to quarrel with me, you take this well, I'm going to go back some other place, I'm going to dig a well, because God is preparing a Rehoboth for me. നെഹമ്യാവ് കൂട്ടുകാരെ ബലപ്പെടുത്താൻ തുടങ്ങി. Nehemiah started strengthening brothers. ആമേൻ. 2-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ എൻ്റെ കണ്ണു തുറപ്പിച്ച ഒരു സംഭവമുണ്ട്. There's an incident that happened in chapter 2 verse number 15. അദ്ദേഹത്തിന്റെ കൂടെ കൊടുത്ത വിശ്വസ്തരായ കൂട്ടുകാരോട് കൂടെ രാത്രിയിൽ തന്നെ ഞാൻ തോട്ടിന്റെ അരികത്ത് കൂടിൽ ചെന്ന് മതിൽ നോക്കിക്കണ്ട് താഴ്വര വാതിലിൻ വഴിയായി മടങ്ങി പോകുന്നു. I went up in the night by the valley and inspected the wall, and I turned back and entered by the valley gates, so return. Amen. എൻ്റെ മുഖത്തോട്ട് നിങ്ങൾ നോക്കിക്കേ, നെഹമ്യാവിന് നല്ല ഫെയ്ത്ത് ഉണ്ട് കേട്ടോ. Nehemiah has a lot of faith. ദൈവം നമ്മുടെ പണി നടത്തി തരും എന്നൊക്കെ പറയുന്നുണ്ട്. He is saying God will help us build the wall. ദൈവം എന്നെ പഠിപ്പിച്ചൊരു സ്ട്രാറ്റജി ഞാൻ പറയട്ടെ. There's something, a strategy God taught me. സത്യത്തിൽ നിന്ന് ഒളിച്ചോടുന്ന നല്ല ഫെയ്ത്ത്. Faith is not running away from truth. Amen. A fact അവിടെ നിൽക്കുമ്പോൾ തന്നെ
while the fact still remains there. ആ ഫാക്ടിന്റെ അപ്പുറത്ത് ചിലത് കാണുന്നതാണ് ഫെയ്ത്ത്. Faith is something seeing beyond the fact. ഫെയ്ത്ത് എസ്കേപ്പിസം അല്ലെന്നേ. Faith is not escapism. തീവന്ത് ചുട്ടുകിടക്കുന്ന മതില് രാത്രിയിൽ നെഹമ്യാവ് പോയി കണ്ടെന്ന്. Night Nehemiah actually goes and watches and inspects a burned down walls. രണ്ട് വാക്ക് ഞാനിവിടെ പറഞ്ഞു കേട്ടോ. I said two words I've used here. ഒന്ന് ഫെയ്ത്ത് ഞാൻ പറഞ്ഞു. I used the word faith. രണ്ട് ഫാക്ട് ഞാൻ പറഞ്ഞു. Number two, fact. ഇത് രണ്ടും സത്യമാണെങ്കിലും Though these two things are true, നമ്മുടെ ലാംഗ്വേജ് ഫെയ്ത്ത് ആണ്. our language is faith. എന്തുവാ ഫാക്ട് എന്നറിയാമോ? What is a fact? ഡോക്ടറിന്റെ റിപ്പോർട്ട് തരുവാ. The doctor gives you his report. നിന്റെ തലയിൽ ട്യൂമർ ആണ്. You got a tumor in your head. ഹാർട്ടിന് ബ്ലോക്ക് ആണ്. Your heart is blocked. നീ ഇനി ജീവിക്കത്തില്ല. You will not live. നീ ഇനി നടക്കത്തില്ല. You will not walk. നീ ഇനി ചലിക്കത്തില്ല. You will not move. അത് ഫാക്ട് ആകട്ടോ. That's a fact. പക്ഷെ നമ്മുടെ അകത്തൊരു മനുഷ്യൻ ഇരിപ്പുണ്ട്. But there's something else, an inner man. പരിശുദ്ധാത്മ, come on pastor, thank you so much. That inner man will tell you. That inner man, നമ്മുടെ അകത്തെ മനുഷ്യൻ പറയും. Inner manന്റെ ലാംഗ്വേജ് ആണ് ഫെയ്ത്ത്. Faith is the language of the inner man. ഞാൻ പറയും ഫാക്ട് അവിടെ ഇരിക്കട്ടെ. Let the fact be there. അവസാന സ്റ്റേജ് ക്യാൻസർ ആണെന്നുള്ള ഫാക്ട് അവിടെ ഇരിക്കട്ടെ. They might tell you it's the last stage cancer, let it be there. ഫെയ്ത്ത് ഉണ്ട് കേട്ടോ. But there's a faith. നിന്റെ അകത്തിരിക്കുന്നവൻ There's a faith inside. ലോകത്തുള്ളവനേക്കാൾ വലിയവനാണ്. One who is inside of you God is is the greater than one chief who is in the world. surgeon. Your God is the balm of Gilead. Your God is your healer, and by his stripes you are healed. അതാണ് ഫെയ്ത്ത്. ഇന്ന് രാത്രി എത്ര പേർ കർത്താവിന് സ്തോത്രം ചെയ്യും? ഫാക്ട് പറയും നിന്റെ ബിസിനസ് പൂട്ടാൻ പോവാണ്. The fact says your business is going to close down. നീ ബാങ്ക്രപ്റ്റ് ആകാൻ പോകുകയാണ്. You're going to have file bankruptcy. എല്ലാം നഷ്ടപ്പെടാൻ പോകുകയാണ്. You're going to lose everything. ഓ എന്നാൽ ഫെയ്ത്ത് പറയും, But a faith will declare, എന്റെ ദൈവമോ my God നിന്റെ ബുദ്ധിമുട്ടൊക്കെയും supply all your needs ക്രിസ്തു യേശുവിൽ തന്റെ ധനത്തിനൊത്തവണ്ണം according to his riches in glory. പൂർണ്ണമായി തീർത്തു തരും. And my God will meet all your needs according to his riches in glory. ഫാക്ട് പറയും. Fact will say, കുഞ്ഞുങ്ങൾ അവൻ കൈയടിക്കുന്നില്ലല്ലോ, oh, your child is not അവൻ happy. ആരാധിക്കുന്നില്ലല്ലോ, He is not worshiping. ഒരു മലയാളിയെ പോലെ അവൻ ഡ്രസ് ചെയ്യുന്നില്ലല്ലോ. He doesn't dress like an Indian or Malayali. ഫെയ്ത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് But കേട്ടോ. faith will say, അന്ത്യനാളിൽ in the last ഞാൻ days സകല I ജഡത്തിന്മേലും will pour out my നിന്റെ spirit ആത്മാവിനെ പകരും. upon all flesh. എന്റെ ആത്മാവിനെ പകരും. I'll pour my spirit നിന്റെ on all ഈ flesh. ഇരിക്കുന്ന പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. The sons and daughters sitting അവർ here will സ്വപ്നങ്ങളെ prophesy. കാണും. They'll see visions. കരങ്ങളെ തട്ടി ആത്മാവിൽ കർത്താവിനെ സ്തുതിച്ചാണ്. Come on, worship God in the spirit. Hallelujah. 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 നെഹമ്യാവ് അവിടെ ചെന്ന് കാണുന്നത് തീവന്ത് ചുട്ടുകിടക്കുന്ന മതിലാണ്. Nehemiah sees actually a burned down city with walls. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, Holy Spirit told me, മറ്റുള്ളവർക്കില്ലാത്തൊരു കാഴ്ച ഭക്തനുണ്ടായിരുന്നു. there's a vision that other people do not possess, yet a child of God has. Instead of that ruined wall, ആ നശിച്ചു കിടക്കുന്ന ഇടിഞ്ഞു കിടക്കുന്ന ആ ഭിത്തിക്ക് പകരമായി through the eyes of faith, വിശ്വാസത്തിന്റെ കണ്ണുകളിലൂടെ he saw a new wall. ഒരു പുതിയ മതില് താൻ കണ്ടു. Sister, the Lord is touching you right now. Brother, God is touching you right now. നീ തീവന്ത് ചുട്ടുകിടക്കുന്ന കണ്ട് ഭാരപ്പെടണ്ട. അവിടെ ഒരു പുതിയ മതിൽ കാണുന്നേ. പ്രാർത്ഥിക്ക. ഓ കം ഓൺ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓ ഇന്ന് രാത്രി എത്ര പേർക്ക് അങ്ങനെ സ്വപ്നങ്ങളെ കാണാൻ പറ്റും? ഞാനും കർത്തദാസനും ഇവിടുന്ന് ശുശ്രൂഷിക്കുന്നത് പോലെ ഇതിനേക്കാൾ വലിയ സാങ്ച്വറികൾ നിങ്ങളുടെ തലമുറകൾ എഴുന്നേറ്റിരുന്ന് ശുശ്രൂഷിക്കുന്നത് ആത്മാവിൽ സ്വപ്നം കണ്ടേന്ന്. ഈ വേദിയിൽ തന്നെ ഞങ്ങൾ ആത്മാവിൽ ശുശ്രൂഷിക്കുന്നതിനെക്കാട്ടിലും ആത്മതീയിൽ നിങ്ങളുടെ തലമുറകൾ ഈ മൈക്കെടുത്ത് ആത്മാവിൽ പ്രവചിക്കുന്നത് ഒന്ന് ആത്മാവിൽ കണ്ടെന്നേ. അങ്ങനെ ഒരു ഫെയ്ത്തോമില ഞാൻ ജനിച്ചു വളർന്നത്. അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും ഇന്ന് രാത്രി, ഓ രാമശാന്തരേ, ഹല്ലേലൂയ. Hallelujah. Through the eyes of faith, see your children standing here in the pulpit or doing greater ministry, more anointed ministry than all of us doing here. See it through the eyes of faith. Don't look at the ruins tonight, but look at the possibility and the new world tonight. Yes, എത്ര പേര് പുതിയ സ്വപ്നങ്ങളെ കാണും? How many of you are willing to see new dreams ശത്രു tonight? നശിപ്പിച്ചതിന് പകരമായി പുതിയത് പണിഞ്ഞു പൊക്കുന്ന ഒരു തലമുറയെ എത്ര പേർ കാണും? How many of you see new possibilities instead of destroyed possibilities? ലോകം നശിപ്പിച്ചത്, കൾച്ചർ നശിപ്പിച്ച ഈ രാജ്യത്തെ പുതിയതായി പണിതെടുക്കുന്ന ഒരു പുതിയ തലമുറയെ എത്ര പേർ കാണും? അസ്ഥിത്തായുടെ നടുവിൽ എഗസ്കേലിനെ നിർത്തിയതുപോലെ. Come on, this message is going forward your children right now. എനിക്കറിയത്തില്ല, ഇത് മൊത്തം ഇവിടെ ഇരിക്കുന്ന തലമുറയോടുള്ള ദൂതാണ്. യേശുവിന്റെ നാമത്തിൽ അമേരിക്ക തിരിച്ചു പിടിക്കും പാസ്റ്റേ.
അമേരിക്കയെ തിരിച്ചു പിടിക്കും. അമേരിക്കയെ തിരിച്ചു പിടിക്കുന്ന ഒരു തലമുറ ഈ സഭയ്ക്കകത്തുനിന്ന് യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് വരുന്നതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. I believe tonight message is for the young people of this church. Holy Spirit is impressing upon your heart that God is going to raise up a generation that will recapture this nation for Jesus. Hallelujah. നീ സൻബല്ലത്തിനെയും തോബിയാവിനെ നോക്കിയിരിക്കരുത്. 15,000 ഇരിക്കാവുന്ന സാങ്ച്വറി വില പറഞ്ഞു. ആത്മാവിൽ 25,000 ഇരിക്കാവുന്ന സാങ്ച്വറി യേശുവിൻ നാമത്തിൽ വില പറഞ്ഞു. അവൻ take a faith step. The Lord is with you. നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അവൻ ജയാളിയാണ്. ഇന്ന് രാത്രി നെഹമ്യാവിനെ പോലെ വിളിച്ചു പറ, the joy of the Lord is my strength. Amen, amen. Don't look and don't pay any attention to Sanballat and Tobiah who was trying to destroy your dream. But by faith, see bigger visions, see bigger sanctuaries. Hallelujah. Come on, get into a contract for bigger things by faith. Hallelujah. God is going to do things for you. The joy of the Lord is my strength. The joy of the Lord is The joy of the Lord is my strength. That's my bank balance. That's my asset. The joy of the Lord is my strength. Ende strength joy ആണ്. Yes, the joy of the Lord is our strength. That's my bank balance, my wealth. എന്നോട് എൻ്റെ ഒരു കൂട്ടുകാരൻ പാസ്റ്റർ പറഞ്ഞു, ചിരിക്കുന്ന പാസ്റ്ററിന്റെ സഭ വളരും. My friend pastor told me that a pastor who smiles, his church will grow. Thank God that you have a smiling pastor. ഇത് കേട്ടതിന് ശേഷം ഞാൻ ചുമ്മാ ചിരിക്കാൻ തുടങ്ങി. After hearing it, I started smiling. എനിക്ക് 2 ആഴ്ച ഇവിടെ വേദനയായിരുന്നു. For 2 weeks I've been having pain in the cheek. പിന്നെ എനിക്ക് മനസ്സിലായത് സത്യമാണ്. I feel today it's right. നമ്മൾ എന്തിനാ മൂടി പിടിച്ചെങ്ങനെ ആകെ ഇരിക്കുന്നത്? Why do you have to sit with a kind of a moody face and sit? ലോകത്തിൽ ഇല്ലാത്ത സമാധാനം അകത്തു കൊണ്ടു നടക്കുന്നവരല്ലേ നമ്മൾ? We are carrying the peace that the world cannot imagine. ലോകത്തിന് കൊടുക്കാൻ പറ്റാത്ത സമാധാനം ഇതിനകത്തില്ലേ? You know, you and I, don't you enjoy the peace that the world cannot offer? ഞങ്ങള് ഞങ്ങളുടെ ചർച്ചിലെ യൂത്തുമായിട്ട് പോയി ഈ ഡൗൺ ടൗണിൽ പ്രസംഗിക്കുന്ന ഒരു പാസ്റ്ററാണ് ഞാൻ. I go with my young people to downtown and to preach. അവരോട് സംസാരിക്കുമ്പോൾ അവരോട് ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനായി കഞ്ചാവ് അടിക്കുന്നത്? I ask them, why do you use drugs? അന്നേരം അവർ പറഞ്ഞു, ഒരുത്തൻ എന്നോട് പറഞ്ഞു, ഞാൻ സൺഡേ സ്കൂൾ പഠിച്ചവനാണ്. One fellow told me that I studied Sunday school. നീ ഒരു പാസ്റ്റർ ആയതുകൊണ്ട് ഞാൻ എന്നോട് പറയാം, നിനക്ക് സ്വർഗത്തിന്റെ അനുഭവത്തിൽ എല്ലാം 10 മിനിറ്റ് വേണം, വിത്തിൻ 2 seconds ഞാൻ നിന്നെ കൊണ്ടുപോകുന്നത്. And he said, for you it takes 10 minutes, but in 2 minutes time I'll take you to heaven. ഞാൻ പറഞ്ഞു, അതവിടെ നിൽക്കട്ടെ. എനിക്കപ്പം മനസ്സിലായ ഒരു കാര്യം, അവനെ കഞ്ചാവ് അടിക്കുന്ന ഒരു ഇമോഷണൽ ഹീലിംഗിന് വേണ്ടിയാണ്. And because he is smoking pot, because he wants to get that emotional healing. എന്നതിനാ ഒരു ഇമോഷണൽ ഹീലിംഗ്. He wants an emotional, വൈകാരികമായ ഒരു സൗഖ്യത്തിന് വേണ്ടിയാ. പാസ്റ്റർ എന്നോട് പരിശുദ്ധം പറഞ്ഞു, നിന്റെ പ്രസംഗം തിരുത്തണമെന്ന്. Holy Spirit told me you should correct your preaching. എന്നോട് ഞാൻ പലപ്പോഴും ഇങ്ങനെ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്, ആരാധനയിൽ ഇമോഷൻ ഇല്ലെന്നൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. I preach that in worship service you cannot have emotion. I preach that way. എന്റെ മുഖത്തോടൊന്ന് ശ്രദ്ധിച്ചേ. ദൈവം നമ്മളെ മനുഷ്യരായി നിർമ്മിച്ചപ്പോൾ മാനുഷികമായി ദൈവം നമുക്ക് ഇമോഷൻസ് തന്നിട്ടുണ്ട്. When God created us, we were created as emotional beings. ഞാൻ ഇതിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചിലർ കരയുന്നത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. When I preach, some of you are crying. അത് ദൈവം നമുക്ക് തന്നൊരു ഇമോഷനാണ്. That's an emotion God has given us. നമുക്ക് ചിരിക്കാൻ വരുമ്പോൾ ചിരിക്കാൻ പറ്റില്ലേ, നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. If you cannot smile when you feel like smiling and you cannot smile, then you can't live. നമ്മളെ ആരൊക്കെയോ പറഞ്ഞു പഠിപ്പിച്ചു ആരാധനയിൽ ഇമോഷൻസിന് റോൾ ഇല്ലെന്ന്. Somebody told us, falsely taught us, that in worship service you cannot have emotion. That's totally wrong in the presence of the Lord. ദൈവസാന്നിധ്യത്തിൽ അത് ശരിയല്ല. അതുകൊണ്ട് നമ്മുടെ തലമുറയുടെ ഇമോഷൻസിനെ പിശാച് കെട്ടി കേട്ടോ. So what happened? The enemy has bound the emotions of our church, our children in the church. ഇന്ന് രാത്രി ഇമോഷണൽ ഹീലിംഗ്സ് സംഭവിക്കട്ടെ. I pray there be emotional healing in the church. ശത്രു വരച്ച എല്ലാ സ്കാറുകളും നമ്മുടെ ഹൃദയത്തിനകത്തുനിന്ന് ഹീലാകട്ടെ യേശുവിൻ നാമത്തിൽ. Every scar that the enemy has put in your heart be removed. ഇന്ന് രാത്രി തലമുറകളുടെ മേൽ ആന്തരിക സൗഖ്യം ഉണ്ടാകട്ടെ. I pray there be internal inside healing. അവർ ഡ്രസ്സിങ്ങിനെ കുറ്റം പറഞ്ഞവർ, ഹെയർ സ്റ്റൈലിനെ കുറ്റം പറഞ്ഞവർ, നടപ്പിനെ കുറ്റം പറഞ്ഞ് അവർ ഹൃദയത്തിനകത്ത് വേദന ഉണ്ടാക്കി എല്ലാ വാക്കുകളെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുകയാണ്. യേശുവിൻ നാമത്തിൽ അവരെല്ലാം ഇമോഷണലി അനുഗ്രഹിക്കപ്പെട്ടവരാകട്ടെ. യേശുവിൻ നാമത്തിൽ ഒന്ന് പ്രാർത്ഥിച്ചേ. Just pray for every emotions, every scars they experience because of their dress or the way they behave, where they do their hair, and I pray that all the scars will be healed in the name of Jesus. ദൈവമക്കളെ,
ലോകത്തിന് കൊടുക്കാൻ പറ്റാത്ത സമാധാനം, കഞ്ചാവിന് കൊടുക്കാൻ പറ്റാത്ത സമാധാനം, മെത്തഡിനും മറ്റ് മയക്കുമരുന്നിനും കൊടുക്കാൻ പറ്റാത്ത സമാധാനം നമ്മുടെ IPC ഓർലാൻഡോ ചർച്ചിൽ വെളിപ്പെട്ടാൽ നെക്സ്റ്റ് സൺഡേയിൽ ഇവിടുത്തെ ഡൗൺ ടൗൺ ഒഴുകി ഇവിടെ എത്തത്തില്ലേ? Just imagine what the chemicals, what the drugs, the illegal drugs, what it cannot provide. If our church here, in the presence of God, if people can experience that same joy and excitement here, will not people come rushing into this place? എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന പരിശുദ്ധ എന്നോട് പറഞ്ഞു. അദ്ദേഹം ഒരു ടീമിന് വേണ്ടി അവസാനം 11ാമത്തെ വാക്യത്തിൽ അദ്ദേഹം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നിർത്തുന്നത് അവിടെ ടീമിനെ നെഹമ്യാവിൻ്റെ കൂടെ എഴുന്നേൽപ്പിച്ചു. In verse number 11, he is praying for a team, that God will raise up a team that will work with him. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, ഈ സഭയ്ക്കകത്ത് വന്ന ഓരോ ആൾക്കാർക്കും ഓരോ ദൈവമക്കൾക്കും ഒരു റോളുണ്ട്. Every single person here in this church, you have a role to play. നെഹമ്യാവിന്റെ കൂടെ എഴുന്നേൽപ്പിച്ചത് പ്രീസ്റ്റിനെ എഴുന്നേൽപ്പിച്ചു. God raised the priest with him. ഇങ്ങനെ പറഞ്ഞ ഒരു കൈ കൊണ്ട് വാൾ പിടിച്ചുകൊണ്ട് ഒരു കൈ കൊണ്ട് പണിയാൻ തുടങ്ങി. With one hand they were holding the sword in the one hand, with the other hand they were working. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നെഹമ്യാവിന്റെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്, ദൈവം അയച്ചിട്ട് വന്ന ഞാൻ ഓടിപ്പോകുമോ? You know, me who is sent by God, do you think I will run away from this place? That's what's said by Nehemiah. ഒന്ന് കണ്ണുകളടച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കാമോ? Will you just close your eyes? Will you pray in spirit? സ്വീകരിച്ചോണ്ടേ പോകാവുള്ളൂ. Receive that burden tonight and go. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾ ചെല്ലുമ്പോൾ, Children, when you go to school, നിങ്ങളുടെ ക്ലാസ്സിലെ നിങ്ങളുടെ കൂടെ പഠിക്കുന്നവരെ പറ്റി നിങ്ങൾക്ക് ഒരു ബർഡൻ ഉണ്ടോ? you should have a burden for your classmates, നിങ്ങളുടെ ടീച്ചർമാരെ പറ്റി നിങ്ങൾക്ക് ഒരു a burden for your teachers. നിങ്ങൾക്ക് അങ്ങനെ ഒരു ബർഡൻ ഉണ്ടെങ്കിൽ, If you have such a burden, ആ ബർഡനുമായി നിങ്ങൾ പ്രാർത്ഥനാ മുറിയിൽ കയറണം. will you go to your prayer closet with the same burden? ആ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങൾ സ്കൂളിൽ ചെല്ലുമ്പോൾ, When you go to a school, നിങ്ങളുടെ ടീച്ചർ ചോദിക്കും, your teacher will ask you, നീ ഏത് ചർച്ചിലാണ് പോകുന്നത്? which church do you go ഞാൻ to? ഈ ചർച്ചിനോട് ദൂത് പറയുക. And I have a message for the church. നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ച് ദർശനവുമായിട്ട് സ്കൂളിൽ പോകുന്നെങ്കിൽ, When you go with such a vision to your school, നിങ്ങളുടെ ചില ടീച്ചർമാര്, some of your teachers, നിങ്ങളുടെ പാസ്റ്ററുകളുടെ അന്വേഷിച്ച് ഈ സഭ വരും. they'll come asking for your pastor to this church. നിങ്ങളെ ദൈവം ആ സ്കൂളിന്റെ മിഷണറിമാരാക്കി മാറ്റും. God will use you as missionaries in the school. നിങ്ങളുടെ കൂട്ടുകാർ ചിലർ യേശുവിനെ നിങ്ങളിലൂടെ അറിയും. Some of your friends will come to know Jesus through you. അത് നിങ്ങൾ ബൈബിൾ സ്കൂളിൽ പോകണമെന്നില്ല. You don't have to go to a Bible school for that. ഇന്ന് രാത്രി ദൈവം അങ്ങ് ഒരു ബർഡൻ തരികയാണ്. God is giving and imparting a burden into your heart. അമേരിക്കയുടെ 50 സംസ്ഥാനങ്ങളിൽ, The 50 states of the United States, ദൈവം നിന്നെ അയക്കും. ദൈവമൈതലേ, God will send you. വിശ്വസിക്കുന്നവർക്ക് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. If you believe it, I say praise God for it. ദൈവസന്നിധിയിൽ ജസ്റ്റ് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഒരു Shall we 5 all മിനിറ്റ്, stand for the next couple of minutes? ആ കൊയർ ഒന്ന് നമ്മളോട് ജോയിൻ ചെയ്താട്ടെ. Choir, can you- I feel with the permission of the pastor, I feel the presence of the Holy Spirit here. Come on, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഞാൻ ഇവിടെ open your അനുഭവപ്പെടുന്നു. emotions to the Lord. നമ്മുടെ വികാരങ്ങളെ ദൈവത്തിൽ തുറന്നു വെച്ചു. ഓപ്പൺ ആക്കിക്കേ കർത്താവിന്റെ മക്കളെ. ഹല്ലേലൂയ. ഞാൻ വളർന്ന സഭയുടെ മോളിൽ തീ കത്തുന്നത് കണ്ടിട്ട് അവിടുത്തെ നാട്ടുകാർ ബക്കറ്റിൽ വെള്ളം കൊണ്ട് വന്നിട്ടുണ്ട്. You know, the church where I grew up, the people saw the fire right above the church and people brought bucket full of water. അവിടെ രോഗികളെ ചങ്ങലക്കിട്ടുകൊണ്ട് വന്ന് രോഗികൾ സൗഖ്യമായി പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. I've seen with my own eyes where people brought in chains and they were delivered and went home free. അതൊരു ചരിത്രമായി അവസാനിപ്പിക്കാനല്ല. I don't want that to end up as a history. IPC ഓർലാൻഡോ സഭയ്ക്കകത്ത് ഒരു ചരിത്രമായി മാറട്ടെ. I want that to be a history happen here in this church. ഈ ഡിസ്നി വേൾഡ് കാണാൻ വരുന്നവർ സ്വർഗത്തിന്റെ വേൾഡ് കാണാൻ ഇവിടെ ഓടിക്കൂടട്ടെ ആത്മാവിൽ. Where people who come to Disney World, let them come here to this church. അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാട്ടെ, അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാട്ടെ. Hallelujah, pray in the spirit. ഓ കർത്താവ് ചിലരുടെ മേൽ വിഷനെ ഇംപാർട്ട് ചെയ്യുകയാണ്. God is imparting vision into somebody. ദൈവത്തിന്റെ ആത്മാവ് ചിലരുടെ മേൽ വിഷൻസിനെ ഇംപാർട്ട് ചെയ്യുകയാണ്. God is imparting vision into some of your heart. നിങ്ങളുടെ മേൽ കൈവെക്കേണ്ട ആവശ്യമില്ല. I don't have to lay hands on you. അത്ര ഒരു thick presence ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. There's a thick presence of God in this place. യാമങ്ങൾ കുരികിലിനെ പോലെ സഭയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചിലർ ഇവിടെ ഉണ്ട്. There are people who actually pray for your children. പ്രാർത്ഥന വൃഥാവല്ലെന്നാ ഞാൻ പറഞ്ഞത്. I tell you, your prayer is not in vain. നിങ്ങളുടെ പ്രാർത്ഥന വൃഥാവല്ലെന്നാ പറഞ്ഞത്. Your intercession is not in vain. ദാനിയേലിനെ പോലെ കൊട്ടാരത്തിൽ ശുശ്രൂഷിക്കുമ്പോൾ തന്നെ
Like Daniel, as you are serving in the palace, സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുന്നവർ എഴുന്നേക്കാൻ പോവുകയാണ്. God is going to raise up while they're still serving in the palace. They can interpret dreams. Come on, ദൈവത്തിന്റെ ആത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു. God is asking me to prophesy. വിശുദ്ധിക്ക് വില കൊടുക്കുന്ന ഒരു തലമുറ എഴുന്നേക്കാൻ പോവുകയാണ്. God is going to raise up a generation that will give value to holiness. ഒരിക്കൽ കൂടെ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുക, വിശുദ്ധിക്ക് വില കൊടുക്കുന്ന ഒരു തലമുറ ഈ സഭയ്ക്കകത്ത് എഴുന്നേക്കാൻ പോവുകയാണ്. God is going to raise up a generation who would give the value to holiness, holy living. കർത്താവിന്റെ ആത്മാവിനോട് പറയുക, അഭിഷേകം പ്രാപിച്ച ദിവസത്തിലേക്ക് ദൈവം നിങ്ങളെ മടക്കി കൊണ്ടുപോവുകയാണ്. God is bringing you back to the old days when you were filled with the Holy Spirit. നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞ ദിവസം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? Do you remember the day when you were filled with the Holy Spirit? ആദ്യമായി അന്യഭാഷ പറഞ്ഞ ദിവസം Do you ഓർമ്മയുണ്ടോ? remember that you've spoken tongues for the ആദ്യമായി first time? പ്രവചിച്ച ദിവസം ഓർമ്മയുണ്ടോ? Remember the first day? പരിശുദ്ധാത്മാവ് ദിവസത്തിലേക്ക് മടക്കി Holy കൊണ്ടുപോവുകയാണ്. Spirit bringing you back ഈ to that സഭ day. വിട്ടു പോകാൻ പറ്റാതെ വണ്ണം, Come to a point where you don't want to leave the ഈ church. ദൈവ സാന്നിധ്യം വിട്ടു പോകാതെ വണ്ണം, You don't want to leave the presence of God. യേശുവാനിലും മതിയായവൻ യേശു യേശു യേശുവാനിലും വലിയവൻ യേശു യേശു യേശുവാനിലും മതിയായവൻ നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ തിന്മയാകെ മായിക്കുന്നവൻ പാപമെല്ലാം ക്ഷമിക്കുന്നവൻ പുതുജീവനെന്നിൽ പകരുന്നവൻ